അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും ഒരു യൂട്യൂബ് ചാനലെങ്കിലും തുടങ്ങി അതിൽ ഒരു വീഡിയോ എങ്കിലും ഇടണം എന്നുള്ളതാണ്. കാരണം ഇന്നത്തെ കാലത്ത് നമ്മുടെ കയ്യിൽ എല്ലാവരുടെയും കയ്യിലൊരു സ്മാർട്ട് ഫോൺ ഉണ്ടാവും. അതിലെന്തായാലും ഒരു ക്വാളിറ്റി ഇല്ലെങ്കിൽ ഒരു ക്യാമറ ഉണ്ടാവും. ആ ക്യാമറയിൽ ഒരു വീഡിയോ എടുക്കണതിന് എന്തായാലും ₹1 ചിലവ് പോലും നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിപ്പോൾ വേറെ ഏത് ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കിയാലും നമുക്കതിൽ ഭയങ്കര റിസ്ക് ആയിരിക്കും. ഏത് നോക്കിയാലും ഷെയർ മാർക്കറ്റ് ആണെങ്കിലും ഫിക്സഡ് ആണെങ്കിലും എന്താണെങ്കിലും ഫിക്സഡിൽ റിസ്ക് കുറവാണെങ്കിലും നമുക്ക് അതിനകത്ത് അനുസരിച്ചിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. പിന്നെ നമ്മളിങ്ങനെ ഓരോ ദിവസവും ഓരോ വീഡിയോ ചെയ്യുമ്പോൾ ഓരോ ദിവസവും ഓരോ വീഡിയോ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ദിവസമോ എന്ത് വീഡിയോ ആയിക്കോട്ടെ. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു ഭിത്തിയുടെ വീഡിയോ ആയിരിക്കും നിങ്ങൾ ആദ്യത്തെ വീഡിയോ ഇട്ടിടണം, അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ വീഡിയോ ആയിരിക്കും. എന്തായാലും കുഴപ്പമില്ല. ആദ്യത്തെ ആ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുക എന്നത് മാത്രമേ ഉള്ളൂ. കാരണം ആ വീഡിയോ റെക്കോർഡ് ചെയ്ത് നിങ്ങൾ ആ യൂട്യൂബിൽ ഇട്ട് കഴിയുമ്പോഴേ എനിക്ക് മനസ്സിലാവുള്ളൂ. കാരണം നമ്മൾ ആദ്യത്തെ വീഡിയോ തന്നെ ഇപ്പോൾ ഏത് വീഡിയോ ഇട്ടാലും ഒരു 100 വ്യൂവേഴ്സെങ്കിലും നമുക്ക് കിട്ടും. ഒരു വ്യൂ എന്തായാലും കിട്ടാണ്ടിരിക്കില്ല. അതുമാത്രമല്ല നമ്മളിങ്ങനെ ഇപ്പോൾ അങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ ഓരോ പ്രാവശ്യം ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോഴും നമ്മുടെ സ്കില്ല് കൂടിക്കൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ ഇതൊരു പുതിയ സ്കില്ലായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ആ സ്കില്ലും കൂടും, ഈ വ്യൂവേഴ്സും കിട്ടും. നമുക്ക് ആദ്യത്തെ വീഡിയോ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇതിൻ്റെ എന്താണ് ഒരു ഇതെന്ന് പിടികിട്ടുള്ളൂ. കാരണം ഞാനങ്ങനെ വീഡിയോ ചെയ്ത ഒരാളാണ്. എന്തോ ആകട്ടെ, നിങ്ങൾക്ക് എൻ്റെ ആദ്യത്തെ വീഡിയോ കണ്ടു പോയി കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാനൊന്നും ഇട്ടിട്ടില്ല, ഞാൻ വെറുതെ ഒരു മഴ പെയ്യുമായിരുന്നു. ഞാനപ്പോൾ ആ മഴയത്തുള്ളൊരു വീഡിയോ ഇട്ടുന്നുള്ളൂ. ഇപ്പം അങ്ങനെ ഇട്ടിട്ട് ഞാൻ ഇപ്പോൾ 5ാമത്തെ ദിവസമാണ്. ഞാൻ എൻ്റെ മുഖം കാണിച്ച് ഇട്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ 5ാമത്തെ ദിവസമാണ്. എനിക്കിപ്പോൾ അന്ന് അങ്ങനെ എടുത്തിട്ടില്ലായിരുന്നു, എനിക്കിപ്പോൾ ഇന്നിങ്ങനെ ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളെല്ലാവരും ഒന്ന് വീഡിയോ എടുത്തിടണമെന്ന്. ഇന്നിപ്പോൾ ഇന്നലത്തേനേക്കാളും എൻ്റെ ഈ ക്യാമറ ഞാൻ ഇവിടെ സെറ്റ് ചെയ്യാനുള്ള രീതിയിൽ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇച്ചിരി കൂടി എളുപ്പമായി. എന്നാലും മൈക്കില്ലാത്തതുകൊണ്ട് എനിക്കിങ്ങനെ അടുത്ത് തന്നെ നിന്ന് സംസാരിക്കണം, ദൂരെ നിന്ന് സംസാരിക്കണം എന്നുണ്ട്. പക്ഷേ ഇച്ചിരി കൂടി എൻ്റർടൈൻമെൻറ്റ് ആക്കണമെന്നുണ്ട്. പക്ഷേ അതിനുള്ള ഇതില്ല. എന്നാലും എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യും. എല്ലാ ദിവസവും ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുപോലെ തന്നെ നമ്മളെല്ലാവരും വിചാരിക്കും നാളെ ചെയ്യാം, അല്ലെങ്കിൽ എല്ലാം റെഡി ആയിട്ട് ചെയ്യാം, നമ്മുടെ നല്ല ഫോൺ കിട്ടിയിട്ട് ചെയ്യാം, നല്ല ക്യാമറ ഉള്ള ഫോൺ കിട്ടിയിട്ട് ചെയ്യാം. അങ്ങനെയൊക്കെ നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നു, ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാളാണ്. പക്ഷേ അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് ഇരുന്നിട്ടൊരു കാര്യമില്ല. നമുക്ക് ഒരിക്കലും ഒരു പെർഫെക്റ്റ് ടൈം കിട്ടില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇപ്പം ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇപ്പം ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം റെക്കോർഡ് ചെയ്യാം. എന്തും ആയിക്കോട്ടെ റെക്കോർഡ് ചെയ്യാം. കണ്ടൻറ്റുകളൊക്കെ പിന്നെ നമുക്ക് തന്നെ വരും. നമ്മൾ ഓരോ വീഡിയോ ഇപ്പോൾ ഞാനിപ്പോൾ മുഖം കാണിച്ച് ഇടുന്നതുകൊണ്ടാണ്. നിങ്ങൾക്ക് വേറെ എന്ത് കണ്ടൻറ്റ് വേണമെങ്കിലും ഇടുക. ഇപ്പോൾ കുക്കിംഗ് ആണെങ്കിൽ കുക്കിംഗ് ഇടാം. ആദ്യം നിങ്ങൾ കുക്ക് ചെയ്യണതിൻ്റെ വെറുതെ വീഡിയോ എടുത്തിട്ടാൽ മതി, പാത്രത്തിൻ്റെ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വീഡിയോ എടുത്തിട്ടാൽ മതി. അങ്ങനെ ആ ഒരു വ്യൂ കിട്ടുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇതിൽ എന്തോരം ഫണ്ടുണ്ടെന്ന്. നമുക്ക് തന്നെ കാണാൻ നല്ല രസമുണ്ടാകും. എനിക്കിപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കുറവാണ്, വ്യൂ കുറവാണെങ്കിലും ആ ഒരു വ്യൂ കിട്ടുമ്പോൾ എനിക്ക് കിട്ടുന്ന സന്തോഷം എന്താണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയണത്. ഇതെല്ലാവർക്കും കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഒരു വീഡിയോ എങ്ങനെ റെക്കോർഡ് ചെയ്യാൻ നോക്കാം. എന്നിട്ട് ഞാൻ പറഞ്ഞത് ശരിയാണോ എന്ന് നോക്കാം. നിങ്ങൾക്ക് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 100 വ്യൂ എന്തായാലും കിട്ടും. അത് ഞാനിപ്പോൾ 2-3 വീഡിയോ ഇട്ട് നോക്കി. അതുകൊണ്ടാണ് പറയണത്, എൻ്റെ ഒരു എക്സ്പീരിയൻസിലാണ്. എന്നാലും ഞാൻ ഉറപ്പ് തന്നെ ഒരു വ്യൂ എന്തായാലും കിട്ടുമായിരിക്കില്ല. എന്നാലും 100 വ്യൂ ഞാൻ പറയണത് 100 വ്യൂ കിട്ടും. നോക്കിക്കോ, വെറുതെ എന്തെങ്കിലും എടുത്തിട്ടാൽ മതി. യൂട്യൂബിൻ്റെ അൽഗോരിതം ഇപ്പോൾ അത്ര നല്ലതാണ്. കാരണം ഇപ്പോൾ എനിക്ക് തന്നെ ഇത്രയും വ്യൂ കിട്ടണമെങ്കിൽ ഞാൻ അങ്ങനെ വലിയ യൂട്യൂബറൊന്നുമല്ല. പക്ഷേ എനിക്ക് 2,000 3,000 കിട്ടേണ്ട വ്യൂ, അത് മതി. അങ്ങനെയാണ് ചിന്തിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് ഒരുപാട് കിട്ടില്ല, നമുക്കതിനകത്ത് മനസ്സിലാവും. നമ്മൾ വീഡിയോ ഇടുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരുപാട് കിട്ടില്ല. പക്ഷെ നമ്മൾ ചെയ്യണതിനനുസരിച്ചുള്ളത് നമുക്ക് കിട്ടും. അത് കാണുമ്പോൾ നമുക്ക് സമാധാനം ഉണ്ടാവും. മറ്റുള്ള ഏത് ജോലിക്കാണെങ്കിലും ചെയ്യണതിനനുസരിച്ചിട്ടുള്ള ആ ഒരു ഇത് തിരിച്ച് നമുക്ക് കിട്ടണതെന്ന് അപ്പം തന്നെ അറിയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ഈ ഒരു കാര്യത്തിൽ എനിക്കത് കിട്ടി. എനിക്ക് വേറെ എന്ത് ചെയ്യണതിനേക്കാളും ഈ വീഡിയോ എടുക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതുപോലെ ചെയ്യാൻ പറ്റുമെന്നും എനിക്കറിയാം. കാരണം ഞാൻ എങ്ങനെയുള്ള ഒരാളാണെന്ന് എനിക്കറിയാം. ഞാനൊരിക്കലും ഇങ്ങനെ മുഖം കാണിച്ച് ഒരു യൂട്യൂബിലൊരു വീഡിയോ ചെയ്യുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കുമെന്നൊന്നും ഞാനൊരിക്കലും വിചാരിച്ചില്ല. എനിക്ക് വീഡിയോ ചെയ്യണമെന്നുണ്ടായി. ഇതുപോലെ ഒന്നുമല്ല ഈ വീഡിയോ ഒന്നുമല്ല, ഞാൻ വേറെ രീതിയിലുള്ള വീഡിയോ ആണ്. ഇപ്പോൾ എനിക്ക് ഗെയിമിങ്ങാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പക്ഷേ അതൊന്നും ചെയ്യാനുള്ള സാഹചര്യം എനിക്കില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യണത്. അതാ പറഞ്ഞത്, നമുക്ക് ഇത് ചെയ്യണമെന്ന് അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ആദ്യത്തെ വീഡിയോ എടുത്തിടുക, അത്രേ മാത്രമേ ഉള്ളൂ. ആദ്യത്തെ വീഡിയോ എടുത്തിടുമ്പോൾ നിങ്ങൾക്ക് അടുത്ത വീഡിയോ
ഇടാനായിട്ട് നിങ്ങൾ ഇച്ചിരിയും കൂടി നന്നാവാൻ നിങ്ങൾ തന്നെ ശ്രമിക്കും. എനിക്ക് തോന്നിയതാണ് നിങ്ങളും അങ്ങനെ തന്നെയായിരിക്കും. കാരണം എല്ലാവരും മനുഷ്യന്മാരല്ലേ. കുറച്ച് പേർക്കൊക്കെ അങ്ങനെ ഇതിനോട് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാർക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നില്ലായിരിക്കും. പക്ഷേ ഈ യൂട്യൂബിലൊക്കെ വീഡിയോ കാണുന്ന മിക്ക ആൾക്കാരും എന്തായാലും ഒരു യൂട്യൂബ് ചാനലെങ്കിലും തുടങ്ങണം എന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം അവർക്ക് എന്താ ഒരു ചെറിയ ആഗ്രഹമെങ്കിലൊക്കെ ഉണ്ടാവൂലേ. കാരണം യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടും. അതുകൊണ്ടാണ്, വേറെ ഒന്നും കൊണ്ടല്ല. ഇപ്പോൾ യൂട്യൂബിൽ നിങ്ങൾ നല്ല രീതിക്ക് വീഡിയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, കുറേ പേരുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ നല്ല രീതിക്ക് പൈസ കിട്ടണം. അപ്പം ഞാൻ അതിനു വേണ്ടി നോക്കണതാണ്. എന്താവുമെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ ഒന്നും ആയിട്ടില്ല. അപ്പം ഞാനെന്തെങ്കിലും ആവുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചാവാനുള്ള രീതി ഞാൻ നോക്കും. എനിക്ക് എന്നെപ്പോലെ നിങ്ങളെയും ആക്കണം എന്നാണ് ആഗ്രഹം. കാരണം ഞാനൊന്നും അല്ലായിരുന്നു, ഞാൻ ഇപ്പോഴൊന്നുമല്ല. പക്ഷേ എനിക്കിപ്പോൾ ഇങ്ങനത്തെ വീഡിയോ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് തന്നെ എനിക്ക് വലിയ കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇത്ര നേരം ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ താങ്ക് യു. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത പ്രാവശ്യം കാണാം.